അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നാണ് നമ്മൾ SAT പോസ്റ്റിങ്ങിന് പോണത്. ഇനി 26-ാം തീയതി നമ്മളിനി കോളേജിലോട്ട് വരും. അപ്പോൾ നമ്മളെ മിസ്സുമാരൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ടാറ്റയൊക്കെ കാണിച്ചു. ഇനി ഒരു 1-1.5 മണിക്കൂറത്തെ ട്രാവലുണ്ട് SATയിലെത്താൻ. നമ്മൾ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. 12 മണി വരെ നമുക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളീ പോണത്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ പാരിപ്പള്ളിയിൽ റിലയൻസിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ മേടിച്ച് പിന്നെ എല്ലാ ലഗേജുകളും നമ്മളെ കോളേജ് ബസ്സിനകത്ത് എടുത്ത് വെച്ച് പിന്നെ നമ്മളും കയറി. ആകെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള പരുവമാണ് ബസ്സിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോളേജിലോട്ട് പോണ വഴി. ഇതാണ് മെയിൻ എൻട്രൻസ്. പിന്നെ അവിടെയെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ നമ്മൾ കുറച്ച് പേര് അപ്പാർട്ട്മെൻറ്റിലും കുറച്ച് പേര് വേറെ അല്ലാത്ത PG സെറ്റപ്പിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് എന്താവുമെന്നൊന്നും അറിയില്ല. ഇനി അവിടെ ചെന്ന് നമ്മൾ നോക്കണം. നമുക്കിനി ആവശ്യങ്ങൾ ഇനി ഒരുപാട് സാധനങ്ങൾ നമുക്കിനി അവിടെ ചെന്നിട്ട് വാങ്ങിക്കാനുണ്ട്. അവിടെ എന്തെങ്കിലും ജിയോ മാർട്ടോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അന്വേഷിക്കണം. നമുക്ക് അവിടുത്തെ ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇനി അവിടെ ചെന്നിട്ട് ഒന്ന് റൂമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാൻ. ഇപ്പം നമ്മൾ SAT പോസ്റ്റിന് വന്നിരിക്കുകയാണ്. നമുക്ക് തിങ്കളാഴ്ച മുതലാണ്, ഇന്ന് ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ച മുതലാണ് നമുക്ക് ഡ്യൂട്ടിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ കുറച്ചും കൂടെ വലുതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ചെറുതായി പോയി. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, നമ്മളിവിടെ ഫുൾ വൃത്തിയാക്കുകയാണ്. നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് ഇങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഒരു 2 കട്ടിലുണ്ടായിരുന്നു, അതിൽ ഒരു കട്ടിലെടുത്ത് നമ്മൾ മാറ്റി. കാരണം നമ്മളെപ്പോഴും ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പം ബെഡ് മാത്രം നമുക്ക് മതി. നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബെഡ് ആകുമ്പോൾ നമുക്ക് മാറ്റിയും ഒതുക്കിയൊക്കെ വെക്കാം. 2 കട്ടിലിടുമ്പോൾ തന്നെ റൂം നിറയുന്നുണ്ട്. അതെ, അത് പിന്നെ നമ്മളിപ്പോൾ കാണിച്ചു തരാം നമ്മുടെ റൂം എങ്ങനെയാണെന്ന്. ഇന്ന് നമ്മുടെ ഒരു SATയിലോട്ട് വരുന്നതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. നമ്മുടെ റൂമിൻ്റെ നമ്പറാണ് 104. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തുണികൾ പറക്കി വെളിയിൽ വെച്ചിട്ട് ഇതൊക്കെയാണ് നമ്മളെ റൂമിൻ്റെ അവസ്ഥ. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ആകെ പൊടി പിടിച്ച് ഒക്കെ കിടക്കുമായിരുന്നു. പിന്നെ നമുക്കതെല്ലാം വൃത്തിയാക്കണമായിരുന്നു. എല്ലാം ആദ്യം തൊട്ടേ വൃത്തിയാക്കണമായിരുന്നു. പിന്നെ നമുക്ക് കട്ടിൽ വേണ്ട, നമുക്ക് ബെഡ് മാത്രം മതി. നമ്മൾ 6 പേരാണ് ഒരു റൂമിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടിലും കൂടെ ആയാൽ അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയി പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച് ബെഡ് മാത്രം നമ്മൾ തറയിലിട്ടിട്ട് ബെഡിൽ എല്ലാവർക്കും കൂടെ കിടക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ തൂത്ത് കട്ടിലൊക്കെ ഒന്ന് തൂത്ത് എല്ലാവരും കൂടി കട്ടിലിൽ, അതുപോലെ തന്നെ നമ്മൾ ലഗേജ് എല്ലാ പൊടിയും നമുക്ക് തൂത്ത് വൃത്തിയാക്കണം. ഇവിടെ കിടക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മൾ മാത്രമല്ല, നമ്മളെല്ലാ റൂമിലെ ആൾക്കാരും ഇതുപോലെ വൃത്തിയാക്കുവാണ് ഓരോ സ്ഥലത്തായിട്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 2-2:30 മണിയായി. ഇനിയിപ്പോൾ എപ്പോഴാണോ എന്തോ നമ്മൾ പുറത്തൊക്കെ പോകണം, നമുക്കൊരു ഐഡിയയും ഇല്ല. ഇത് അപ്പുറത്തെ റൂമിൽ നിന്ന് കട്ടിൽ വലിച്ചിടാനുള്ള ഒരു പരിശ്രമമാണ്, പക്ഷെ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. അവിടെ റൂം ചെറുതായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു കട്ടിൽ പുറത്തോട്ട് ഇടാൻ പറ്റിയത്. ഹായ് ഗായ്സ്, നമ്മുടെ റൂമിൻ്റെ നമ്പറാണ് 104. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, അടുക്കി വെക്കാനുണ്ടെന്നൊക്കെ. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാം ചെയ്ത് കാണിച്ചു തരാം റൂം. ഇപ്പം ഹായ് സെറിൻ, ഇപ്പം ഇതാണ് നമ്മുടെ റൂം. അപ്പം നിങ്ങൾ വയ്ക്കും ഇതാണോ നിങ്ങൾ അടുക്കി വെച്ച സാധനങ്ങളെന്ന്. വേറെ സ്ഥലം ഇല്ല, നമുക്ക് കബോർഡൊന്നും ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ ഒരു കട്ടിലെടുത്തിട്ടിട്ട് നമ്മളിവിടെ എല്ലാം നമ്മുടെ ഡ്രസ്സുകൾ സാധനങ്ങളെല്ലാം സ്റ്റോർ റൂം പോലെ ആക്കിയിട്ടുണ്ട്. റൂമല്ല, സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് പോലെ. നമ്മുടെ ഒരുങ്ങാനുള്ള സാധനങ്ങൾ, നമ്മുടെ ലോഷൻ, ഫേസ് വാഷ് തുടങ്ങിയ സാധനങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ തോർത്തുകളൊക്കെ ഇടുന്നത്, നമ്മുടെ സ്റ്റെതസ്കോപ്പ് തുടങ്ങിയ സാധനങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെത്ത. ഇതൊരു മെത്ത, ഇത് 2ാമത്തെ മെത്ത. ഇത് നമ്മളിങ്ങനെ ഇട്ടിരിക്കും, കാരണം നമുക്ക് ഇരിക്കാൻ വേണ്ടിയും ഒക്കെ എപ്പോഴും ഇരിക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിരിക്കും. നമ്മൾ കിടക്കാൻ നേരത്ത് മാത്രം ഇതെടുത്ത് കമത്തിയിട്ടിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇത് ഒരു കുഞ്ഞ് ടേബിളുണ്ട്, ഒട്ടും സ്പേസ് ഇല്ല. പിന്നെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള സ്നാക്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ബാത്റൂം, ഒരു ചെറിയ ബാത്റൂമുണ്ട്. പിന്നെ മുകളിൽ ഒരു സ്ലാബുണ്ട്, അവിടെ നമ്മുടെ ബാഗുകളൊക്കെ വെച്ചിരിക്കുന്നു. ഭയങ്കര കുഞ്ഞു റൂമാണ് ഗൈസ്. ഈ അപ്പാർട്ട്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പാർട്ട്മെൻറ്റ് ഇത് നമ്മുടെ റൂം, ഇതടുത്ത ആളുടെ റൂം. ഇങ്ങനൊരു വരാന്ത പോലെയുണ്ട്. ഇതടുത്ത ആളുടെ റൂം. ജസ്റ്റ് ഒരു സ്പേസാണ്.
ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ റോഡ് സൈഡാണ്. അതാണ് നമ്മുടെ ഫ്രണ്ട്സ് തോന്നിക്കുന്നു. നമ്മളിവിടെ 2:30-ക്കാണ് എത്തിയത്. എന്നിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ റൂമൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമ്മൾ റൂമെല്ലാം വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെയാണ്. ചേട്ടനും അച്ഛനെ ജ്യൂസ് കുടിക്കാൻ പോയിരിക്കുക. നമ്മളപ്പോൾ ചായ കുടിച്ചിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ, സോപ്പ് പൊടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. ചായ കുടിച്ചിട്ട് കാണാം. നമ്മളിപ്പം നമ്മൾ പറഞ്ഞില്ലേ സോപ്പ് പൊടിയൊക്കെ വാങ്ങണമായിരുന്നു. റിലയൻസ് തപ്പി നടക്കുവാണ്. നമ്മൾ പട്ടത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഒന്നും അറിയത്തില്ല, എവിടെയാ എന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മളിപ്പം എവിടെയോ തപ്പി നടക്കുക, കണ്ടുപിടിക്കണം. ഇനി ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. അവർ ബാക്കി 4 ഫ്രണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ഏറ്റവും വലിയൊരു കോമഡി നടന്നത്, നമ്മൾ ഈ ഫുട്പാത്തിൽ കൂടെ ഒരു 4 വട്ടമെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർ പറയും അവിടെയാണ് റിലയൻസ് എന്ന്, ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ പറയും ഇവിടെയാണ് റിലയൻസ് എന്ന്. നമ്മളൊരു 4 വട്ടമെങ്കിലും കുറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ഇനിയും നടന്ന ആൾക്കാർ ചോദിക്കും നമ്മളെന്തോ പ്രാന്തന്മാരാണ്. അമ്മ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരുപാട് നടന്ന് അവസാനം നമ്മൾ സ്മാർട്ട് ബസ്സാറെത്തി. കുറേ നേരം എന്ന് വെച്ചാൽ നടന്നതിന് കയ്യും കണക്കുമില്ല. അറിയാതെ അങ്ങോട്ട് കിടക്കുന്ന ഇങ്ങോട്ട് കിടക്കുന്ന ഒരു റോഡിൽ കൂടെ തന്നെ ഒരു 10 വട്ടം അങ്ങോട്ടും ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് അവസരം കണ്ടുപിടിച്ചതിപ്പോൾ. ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ട് അവസാനം ജിയോ മാർട്ട് കണ്ടുപിടിച്ച്. ഫസ്റ്റ് ടൈം അതിൻ്റെ ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ എത്തി ഗൈസ്. നമ്മളെത്തി. സാധനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുക. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, കാണിച്ചത് കോമൺ ആയിട്ട് വാങ്ങണ്ടേ. അവിടെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണോ എന്തോ, എന്തായാലും നല്ല തിരക്കായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ബില്ലിൻ്റെ സെക്ഷനിലൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ ക്യൂവിൽ നിൽക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ നല്ല ടയേർഡായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഹോസ്റ്റലിലും ഫുഡുണ്ട്, പക്ഷെ നമുക്ക് ഒന്നും കഴിക്കാൻ നമുക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മുടെ ജിയോ മാർട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ വാവ് മോമോ ഉണ്ട്. കുറച്ച് മോമോസ് കഴിച്ചു. നമ്മൾ ഹോസ്റ്റലിലോട്ട് പോയി. അങ്ങനെ നമ്മൾ മോമോസ് കഴിച്ചിട്ട് തിരിച്ച് ഓട്ടോയിൽ നമ്മൾ ഹോസ്റ്റലിലോട്ട് വന്ന്. അപ്പോൾ ഹോസ്റ്റലിൽ നല്ല ചപ്പാത്തിയും ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു എല്ലാ ഫുഡും. നമുക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മളതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി ഉറങ്ങാനായിട്ട്. നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് 11 മണിയായി. പിന്നെ വേണം നമുക്ക് കുളിക്കാൻ. നമുക്ക് ഇന്ന് ഫ്രഷ് ആയിട്ട് എല്ലാം ബെഡൊക്കെ എടുത്ത് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്, ഒട്ടും വയ്യ. പക്ഷേ നാളെ നമ്മൾ അത്ര ടയർഡ് ആവൂലായിരിക്കും. ഇന്ന് നമ്മൾ വന്നിട്ട് റൂമൊക്കെ വൃത്തിയാക്കി കുറച്ച് പണിയെടുത്ത് കുറേ നാൾക്ക് ശേഷം. ഇത്രയും ദൂരെ യാത്ര ചെയ്തു. പിന്നെ ബിഗ് ബസാറിൽ പോയി ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കോമൺ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ എന്തായാലും കൺഫ്യൂസ്ഡ് ആവുമല്ലോ കുറച്ച് സ്ഥലങ്ങളുടെ കാര്യത്തിലൊക്കെ. അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി കുറേ നേരം. പേരൂർക്കടെ കുറേ നാൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഓറിയന്റേഷൻ മൊത്തത്തിൽ പോയി. ഇനിയിപ്പം നാളെ നമ്മൾ എവിടെയൊക്കെ പോകണമെന്നും നാളത്തെ വിശേഷങ്ങളും വേറെ വീഡിയോയിൽ കാണാം. ബൈ.